ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ആരാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ? അഫ്ളലുസ് സ്വലാത്ത് എന്ന കിതാബിൽ യൂസുഫ് നബ്ഹാനി തങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് മഹാന്മാരെ ഹബീബായ തങ്ങളെ മനാമിൽ ദർശിച്ച സംഭവങ്ങൾ വിവരിച്ചപ്പോൾ നഫീസത്തു ത്വാഹിറ റളിയല്ലാഹു അൻഹായെ കുറിച്ച് ഒരു മഹാനോട് മനാമിൽ വന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എഴുതുന്നുണ്ട്. നിനക്ക് വല്ല ആവശ്യങ്ങളും സാധിക്കാനുണ്ടെങ്കിൽ, നിന്റെ വല്ല ഉദ്ദേശങ്ങളും സഫലമാകാനുണ്ടെങ്കിൽ നീ നഫീസത്തു ത്വാഹിറയുടെ പേരിൽ നേർച്ച ചെയ്തോ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പേരിൽ നീ നേർച്ചയാക്കിയാൽ ആ നേർച്ച ഫലിക്കുന്നതാണ്. പറയുന്നതാരാണ്? സയ്യിദുൽ മുർസലീൻ ഇമാമുൽ മുത്തഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കൊണ്ട് എന്റെ ജനാസ സംസ്കരിപ്പിക്കണമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വസിയ്യത്ത് പറഞ്ഞുപോയി. അതാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുപോവുകയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പരിസരത്ത് വെച്ചിട്ട് അതാ അവിടുത്തെ ജനാസ സംസ്കാരം നടക്കുകയാണ്. അന്തരീക്ഷത്തിലൂടെ ഒരു അശരീരി കേൾക്കുകയാണ്, ഗഫറല്ലാഹു ലിമൻ സ്വല്ലാ അല ശാഫിഈ ബിബറകത്തി ശാഫിഈ. ശാഫിഈ ഇമാമിന്റെ ജനാസ സംസ്കാരത്തിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങൾക്കെല്ലാവർക്കും അവരുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അത് ശാഫിഈ ഇമാമിന്റെ ബറക്കത്താണ്. കഴിഞ്ഞില്ല, തൊട്ടുപിറകിൽ ഒരു ശബ്ദം വരുന്നു, ഗഫറല്ലാഹു ലിശാഫിഈ ബിസ്വലാത്തി നഫീസത്തിൽ മിസ്രിയ അല ശാഫിഈ. ശാഫിഈ ഇമാമിന് അല്ലാഹു മഗ്ഫിറത്ത് കൊടുത്തിട്ടുണ്ട്. അത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ശാഫിഈ ഇമാമിന്റെ ജനാസ സംസ്കാരത്തിൽ പങ്കെടുത്തത് കാരണമാണ്. ഓ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ വലിയ കറാമത്തുള്ള മഹദിയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് വല്ല രോഗവും പിടിപെട്ടാൽ ശിഷ്യന്മാരെ നഫീസ ഉമ്മാന്റെ സമീപത്തേക്ക് പറഞ്ഞേക്കുകയാണ്. ശാഫിഈ ഇമാമിന്റെ രോഗം മാറാൻ നഫീസ ഉമ്മ ഒന്ന് ദുആ ചെയ്താൽ രോഗം മാറുകയാണ്. വഫാത്തിനോടടുത്ത സമയത്താണ് ശാഫിഈ ഇമാം പതിവ് പോലെ ശിഷ്യന്മാരെ അയക്കുന്നത്. നഫീസ ഉമ്മാനോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചപ്പോൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ രോഗം മാറാൻ ദുആ ചെയ്തില്ല. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് മഹദി അന്ന് ദുആ ചെയ്തത്. ശിഷ്യന്മാര് ചെന്നിട്ട് ശാഫിഈ ഇമാമിനോട് ഇന്നത്തെ ദുആ റഹ്മത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് എന്റെ വഫാത്ത് ഈ രോഗത്തിൽ സംഭവിക്കുമെന്നതിലേക്കുള്ള സൂചനയാണ്. അത്രമേൽ മഹാന്മാര് ബഹുമാനത്തോടെ സമീപിച്ച
ദുആ കൊണ്ട് ഏൽപ്പിച്ച മഹദിയാണ്. വിലായത്തിന്റെ വലിയ പദവി അലങ്കരിക്കുന്ന നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങളെയും സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരുപാട് മഹദിമാരെ ചരിത്രത്തിൽ നമുക്ക് കാണാനും കഴിയും. ധാരാളം ഉമ്മമാര് ഈ സദസ്സിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അവരുടെ കാലത്ത് ജീവിച്ച ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനെ രോഗത്തിൽ കഴിയുമ്പോൾ സന്ദർശിക്കാൻ ചെന്നു. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ അതാ തൊട്ടടുത്ത് ബിശ്റുൽ ഹാഫി തങ്ങളെ കാണാൻ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. ഇമാം ഹംബലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ ബിശ്റേ, മൻ ഹാദിഹി, ആരാണ് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീ? ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞു, ഹാദിഹി ആമിനത്തുർ റംലിയ, ഇത് ദുആക്ക് വലിയ ഫലം കാണുന്ന ആമിനത്തുർ റംലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹദിയാണ്. ജാഅത്തിനാ സായിറാ, രോഗിയാണെന്നറിഞ്ഞപ്പോൾ എന്നെ സന്ദർശിക്കാൻ വന്നതാണ്. ഇമാം ഹംബലി തങ്ങൾ പറയുകയാണ്, അല്ലയോ ബിശ്റുൽ ഹാഫി, ഞാൻ അവരിൽ നിന്ന് ദുആ പ്രതീക്ഷിക്കുകയാണ്. ആ ദുആക്ക് ഇജാബത്തുള്ള മഹദിയോട് എനിക്കൊന്ന് ദുആ ചെയ്യിപ്പിച്ചു തരണം. സുബ്ഹാനല്ലാഹ്. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ആമിനത്തുർ റംലിയ എന്ന മഹദിയോട് പറയുകയാണ്, ഒന്ന് ദുആ ചെയ്തു കൊടുക്കണം. വന്നതാരാണെന്നറിയില്ലേ? 4 മദ്ഹബിന്റെ ഇമാമുമാരിൽ 4-ാമനാണ്. വലിയ ആലിമാണ്, വലിയ ആശിഖാണ്, വലിയ ആബിദാണ്. അവരാണ് നിങ്ങളോട് ദുആ കൊണ്ട് ആവശ്യപ്പെടുന്നത്. ആമിനത്തുർ റംലിയ റളിയല്ലാഹു അൻഹ ഉടനെ അല്ലാഹുവിലേക്ക് കരങ്ങൾ മലർത്തി ദുആ ഇരക്കുകയാണ്. അല്ലാഹ്, എന്റെ മുമ്പിൽ 2 മഹാന്മാരുണ്ട്. ഒന്ന് ബിശ്റുൽ ഹാഫിയാണ്, രണ്ടാമത്തേത് അഹ്മദ് ബിൻ ഹംബലാണ്. ഫഅജിർഹുമാ മിനന്നാർ, ഈ 2 മഹാന്മാരെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സ്വർഗ്ഗക്കാരെ ലിസ്റ്റിൽ ഇവരെ പേരെഴുതണേ അല്ലാഹ്. ബിശ്റുൽ ഹാഫി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വന്ന ആമിന ബീവി ദുആ ചെയ്തു കൊടുക്കുകയാണ്. 2 പേരും ആ ദുആക്ക് ആമീൻ പറയുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, അന്നത്തെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അതാ സ്വപ്നത്തിൽ ഒരു എഴുത്ത് വരുന്നു. എന്താണ് എഴുത്തിൽ പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടി ആമിനത്തുർ റംലിയ ദുആ ചെയ്തത് റബ്ബ് സ്വീകരിച്ചിരിക്കുന്നു. വലദൈനാ മസീദ്, നരകത്തിൽ നിന്ന് കാവല് മാത്രമല്ല, സ്വർഗ്ഗത്തിലുള്ള ഉന്നതമായ പദവികൾ, സുഖലോലുപതകൾ, സ്വർഗ്ഗത്തിലെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. ഉമ്മമാരെ, ചരിത്രത്തിൽ വലിയ മഹദിമാരെ കാണാം. ആ മഹദിമാരെ വലിയ ഇമാമുമാര് ബഹുമാനിക്കുന്ന പദവിയിലെത്താൻ കാരണമായതെന്താണ്? ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഔലിയാക്കളും റിഫായി ശൈഖ് തങ്ങളടക്കമുള്ള മഹാന്മാർ
വലിയ ആദരവിന്റെ ഉത്തുംഗ ശ്രേണിയിലെത്താൻ നിമിത്തമായ കാര്യമെന്താണ്? അത് തഖ്വല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചതുകൊണ്ടാണ്. മുഴു സമയവും ഇബാദത്തിൽ ചെലവഴിച്ചതുകൊണ്ടാണ്. അവരെ മനസ്സ് റബ്ബിലേക്ക് തിരിച്ചതുകൊണ്ടാണ്. റാബിയത്തുൽ അദവിയ എന്ന പേരിൽ മറ്റൊരു മഹദിയെ നമുക്ക് പരിചയമില്ലേ? ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്താണ് റാബിയത്തുൽ അദവിയ മഹദിയുടെ മഖാമുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ അവിടം സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെയൊക്കെ സന്ദർശിക്കാൻ അവസരങ്ങളുണ്ട്. റാബിയത്തുൽ അദവിയ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹദിയാണ്. വലിയ ഇമാമുമാരെ അവിടുത്തെ കുറിച്ച് കിതാബുകളിൽ അവിടുത്തെ മനാഖിബ് എഴുതിയിട്ടുണ്ട്. ആ റാബിയത്തുൽ അദവിയ രാത്രിയിൽ അതാ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അതാ നേരം പുലരുവോളം ഇബാദത്തിൽ കഴിയുകയാണ്, നിസ്കരിക്കുകയാണ്, ഖുർആൻ ഓതുകയാണ്. അജബൽ ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. പാതിരാത്രിയുടെ നിശബ്ദതയിൽ അല്ലാഹുവിനെ ആലോചിച്ച് എഴുന്നേറ്റ് വുളു എടുത്ത് നിസ്കാരക്കുപ്പായം ധരിച്ച് മുസല്ലയിലേക്ക് മിഹ്റാബിലേക്ക് അങ്ങ് നിൽക്കുമ്പോ റാബിയത്തുൽ അദവിയ പാടുകയാണ്, അല്ലാഹനെ സ്നേഹിക്കുന്നവർ എങ്ങനെ ഉറങ്ങാനാണ്? അല്ലാഹു ആകുന്ന ഉടമയെ, യജമാനനെ സ്നേഹിക്കുന്ന അടിമക്ക് ഉറക്കം നിഷിദ്ധമാണ്. ഓ ഈമാനുള്ള ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ആ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ ഒരു ദിവസം രാത്രിയിൽ അല്പം കൂടുതൽ ഉറങ്ങിപ്പോയി. ഇബാദത്തിന്റെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയപ്പോൾ തക്കം പാർത്തു നിന്ന കള്ളന്മാർ അവിടുത്തെ വീട്ടിൽ കയറി. വിലപിടിപ്പുള്ള സ്വത്തുക്കൾ ആ വീട്ടിന്റെ അകത്ത് നിന്ന് മോഷ്ടിച്ചു. തിരിച്ചു പോകാൻ നോക്കുമ്പോൾ കവർച്ച നടത്തിയ കള്ളന്മാർക്ക് കണ്ണ് കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, മഹാ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ അവര് വല്ലാതെ ഭയവിഹ്വലരായി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നതാ വരുന്നു നിർദ്ദേശം. ഇൻ കാനൽ മുഹിബ്ബുനാ ഇമാ ഫൽ മെഹബൂബു യഖ്ലാൻ. ഓ കൊള്ള സംഘമേ, നിങ്ങൾ കയറിയത് ആരുടെ വീട്ടിലാണെന്നറിയില്ലേ? കാണുന്ന പ്രപഞ്ചത്തെ മുഴുക്കയും പടച്ചു പരിപാലിക്കുന്ന യജമാനനായ ഉടമയായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ആ ഉടമയെ, സൃഷ്ടാവിനെ സ്നേഹിച്ച് ജീവിതം കഴിച്ചുകൂട്ടിയ റാബിയത്ത് ബീവിയുടെ വീട്ടിലാണ്. ഇൻ കാനൽ മുഹിബ്ബു നായിമാ, അല്ലാഹനെ സ്നേഹിക്കുന്ന റാബിയത്ത് ബീവി ഉറങ്ങുകയാണെങ്കിൽ ഫൽ മെഹബൂബു യഖ്ലാൻ, റാബിയ ബീവി സ്നേഹിക്കുന്ന പടച്ച റബ്ബ് ഉണർന്നിരിക്കുന്നുണ്ട്. അല്ലാഹു ഉറങ്ങുന്നില്ല. അതുകൊണ്ട് റാബിയത്ത് ബീവിയുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് മോഷ്ടിച്ച വസ്തുക്കൾ ആ മോഷ്ടിച്ച സ്ഥലത്തങ്ങ് വെച്ചോ. വഖ്റുജ് മിനൽ ബാബ്, വന്ന വഴിയിലൂടെ തിരിച്ചു പോയിക്കോ. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ
കള്ളൻ എടുത്ത മോഷ്ടിച്ച വസ്തുക്കൾ ആ വീട്ടിൽ വെച്ചപ്പോ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി, വന്ന വഴിയിലൂടെ തിരിച്ചുപോയി. ഇങ്ങനെ അല്ലാഹുവിന്റെ തൃപ്തി നേടി ജീവിച്ചവരാണ് മഹാന്മാർ, മഹദിമാർ. സയ്യിദുയി സുൽത്താനുൽ ആരിഫീൻ വൽ ആശിഖീൻ അഹ്മദുൽ കബീറുർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആരിഫീങ്ങളുടെ രാജാവ് എന്നാണ് അവിടുത്തെ അപരനാമം. എന്താണ് ആരിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ അറിഞ്ഞ മഹാന്മാർ. എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയൽ? അള്ളാഹുവിനെ കുറിച്ച് നല്ല ഇൽമുണ്ടായാൽ അള്ളാഹുവിനെ അറിയാൻ കഴിയും. ധാരാളം ഇബാദത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹുവിനെ അറിയാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ശരീരം തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ സ്വന്തം ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ബോധവാന്മാരായാൽ ഈ ശരീരം തന്ന, ഈ ശരീരം പടച്ച് പരിപാലിക്കുന്ന ഉടമയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മോനെ ഒരു ഫാന് കിട്ടോ? ഒരു ഫാൻ ഇവിടെ വെച്ചാല് ചൂട് ലേശം കുറയും. എടുക്കാൻ പോയിട്ടുണ്ട്. വയല് കഴിയുമ്പോഴൊക്കെ കിട്ടല്ലോ അല്ലേ? ഇവിടെ വയല് തീരുമ്പോ ആൾക്കാർ വരല്. ഇപ്പം ജിന്നുകളോടും മലക്കിലോടാ വയല് പറയണേ. നാപ്പത് തുടങ്ങിയാൽ മതി. മോനെ ഇതില് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടല്ലോ, അതിലുള്ള സാധനം തന്നെയാന്നോട്ട്. അനസ്തങ്ങൾ ഒരു പാട്ട് പാടോ? ഒരു പാട്ട് പാടിയാലോ? സായത് കൂടിത്തരും. ഇവിടെ നിസ്കാരം നടക്കണ്ടേ? ഉള്ളവരൊക്കെ നിസ്കരിക്കാൻ പോവുകയും ചെയ്യാം. അപ്പൊ നമ്മള് വയലിപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് പറയാൻ നല്ലതെന്ന് തോന്നുന്നു. സ്ത്രീകളുണ്ടോ? ഓലി മറന്റെ ബാക്കിലായതുകൊണ്ട് നമ്മൾ അറിയില്ലല്ലോ. ഇപ്പൊ സംഘാടകര് പറയും ഒരുപാട് സ്ത്രീകളുണ്ട് ഉസ്താദ്, പുരുഷന്മാരെ നോക്കിയിട്ട് വയല് കുറയ്ക്കണ്ട, ഒരുപാട് സ്ത്രീകളുണ്ടെന്ന് പറയും. ഇവിടെ അല്ലട്ടാ. ഇപ്പൊ സ്ത്രീകളെ നമ്മൾ കാണൂലല്ലോ. അപ്പൊ നമ്മൾ നല്ല വയലുഷാറാക്കി പറയും ചെയ്യും. ഇവിടെ പിന്നെ ഹസൻ ഉസ്താദിന്റെ നേതൃത്വമുള്ളത് കൊണ്ട് ധാരാളം ആളുകളുണ്ടാവും. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. മഹാന്മാരായ ഔലിയാ അവർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു സമയവും നഷ്ടപ്പെടുത്താതെ പാരത്രികമായ ലോകത്ത് രക്ഷപ്പെടാൻ ഉതകുന്ന അമലുകൾ ചെയ്തു തീർത്തവരാണ്. ആ മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് പ്രചോദനം ലഭിക്കും. ആ മഹാന്മാര് നടന്ന വഴിയിൽ നടക്കാൻ നമുക്ക് മനസ്സുണ്ടാകും. അതിനുവേണ്ടിയാണ് കഴിഞ്ഞുപോയ മഹത്തുക്കളെ അവരുടെ ആണ്ടറുതികൾ വരുമ്പോൾ നാം അനുസ്മരിക്കുന്നത്, ആണ്ടു നേർച്ചകൾ കൊണ്ടാടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് ജീവിച്ചതുപോലെ ഒരു സംശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അഹ്മദുൽ കബീറുർ ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളിൽ 4 ഖുതുബുമാരുണ്ട്. ആ 4 ഖുതുബുമാരിൽ പ്രായം കൂടുതലുള്ള മഹാനാണ് റിഫായി ശൈഖ് തങ്ങൾ.
മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെക്കാൾ പ്രായം കൂടുതലുള്ളത് റിഫായി ശൈഖ് തങ്ങൾക്കാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാ ഔലിയാഇന്റെയും രാജാവായി നേതാവായി മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തപ്പോൾ ആ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം വകവെച്ചു കൊടുത്തു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഖദമി അലാ റഖബതി കുല്ലി വലിയ്യിൻ ലില്ലാഹ്, എന്റെ കാൽപാദം ലോകത്തുള്ള എല്ലാ ഔലിയാഇന്റെയും പിരടിയിൽ ഞാൻ വെക്കുന്നു എന്ന് റിഫായി ശൈഖ് തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലത്ത് മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ അതാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അവിടുത്തെ തല താഴ്ത്തുന്നു. അന ഉഹൈമിദു മിൻഹു, ഈ പാവപ്പെട്ട അഹ്മദും ആ ഔലിയാക്കളിൽ പെട്ട ആളാണ്. അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ കാല് ചുമക്കാൻ ഞാനും തയ്യാറാണ്. ഏയ് ഇവിടെ ഉസ്താദിന്റെ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കട്ടാ, സംസാരിക്കരുത്, നേരെ ഇരിക്കും. വലിയ വിനയമുള്ള താഴ്മയുള്ള മഹാൻ സുബ്ഹാനല്ലാഹ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ഗർഭം ചുമന്ന അന്നു മുതൽ അവിടുത്തെ അമ്മാവൻ മൻസൂർ റളിയല്ലാഹു അൻഹു സ്വന്തം സഹോദരിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചോദിക്കുന്നു, സഹോദരി, അല്ലയോ അഹ്മദ് തങ്ങളെ, നേരത്തെ എന്നെ ഇത്രമേൽ ബഹുമാനിക്കാത്ത നിങ്ങൾ ഞാനിപ്പോൾ ഗർഭിണിയായപ്പോൾ നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നുവല്ലോ, വല്ലാതെ ആദരിക്കുന്നുവല്ലോ, അതിന്റെ കാരണമെന്താണ്? മൻസൂർ തങ്ങളുടെ മറുപടി, നിങ്ങളിപ്പോൾ ഗർഭം ധരിച്ച മോനാരാണ്? ഔലിയാക്കന്മാരുടെ ഖുത്ബുമാരിൽപ്പെട്ട ആളാണ്. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഔലിയാഇന്റെ നേതാവാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഗർഭം ധരിച്ചതിന് ശേഷം നിങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത്. ഓ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, റിഫായി ശൈഖ് തങ്ങൾ വലിയ മഹാനാണ്. അഥവാ പ്രസവിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു വിവരം അറിയിച്ചു കൊടുത്തു. ഈ മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ആര് കടന്നു ചെന്നാലും അവരുടെ മുഖത്തു നോക്കിയിട്ട് മൻസൂർ എന്ന മഹാൻ പറയും, നീ പരാജയപ്പെട്ടവനാണ്, അല്ലെങ്കിൽ നീ വിജയിച്ചവനാണ്. എന്റെയും നിങ്ങളുടെയും മുഖത്ത് അഥവാ നമ്മുടെ നെറ്റിയിൽ നാം സ്വർഗക്കാരനാണെങ്കിൽ സഈദെന്നും നാം നരകക്കാര കൂട്ടത്തിലാണെങ്കിൽ ശഖീ എന്നും അല്ലാഹു എഴുതിയിട്ടുണ്ട്, മാലാകമാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ എഴുത്തു കാണാൻ ഔലിയാക്കൾക്ക് സാധിക്കുന്നു. മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വന്ന ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അൻത ശഖീയുൻ, മോനെ നീ പരാജിതനാണല്ലോ, നിന്റെ മുഖത്ത് പരാജയമാണല്ലോ എഴുതപ്പെട്ടത്. ഇത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ കരയുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ്, വേദനിക്കുകയാണ്. ഒരുപാട് സമയം മൻസൂർ എന്ന മഹാന്റെ സദസ്സിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. അതാ നേരം വെളുത്തപ്പോൾ ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചു, അല്ലാ അല്ലാ, ഈ മൻസൂർ എന്ന നിന്റെ മഹാന്മാരിൽപ്പെട്ട ആൾ എന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പരാജിതനാണെന്ന് പറഞ്ഞുവല്ലോ,
ഈ പരാജയത്തിൽ നിന്ന് എനിക്കൊന്ന് വിജയിയാകാൻ ആഗ്രഹമുണ്ട്, പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്ത് വഴിയുണ്ട് അല്ലാഹ്? സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരന്റെ മനസ്സിൽ വല്ലാത്ത ചിന്തയാണ് ഒടുവിൽ മനസ്സിൽ വരുന്നു. ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരല്ലേ അഹ്മദുൽ കബീർ എന്ന മഹാൻ. മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ മകൻ അഹ്മദുൽ കബീർ എന്ന മഹാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവർ വലിയ അധികാരം അല്ലാഹ് നൽകിയ മഹാനാണല്ലോ. ഞാൻ ദിഫായി ശൈഖ് തങ്ങൾ നടത്തുന്ന മജ്ലിസുണ്ട്, ആ മജ്ലിസിൽ ചെന്നൊന്ന് പങ്കെടുക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, ദിഫായി ശൈഖ് തങ്ങളുടെ ആണ്ടുനേർച്ചയുടെ മജ്ലിസിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ പാപം പൊറുക്കപ്പെടാൻ, നമ്മുടെ നെറ്റിയിൽ പരാജയമാണ് എഴുതപ്പെട്ടതെങ്കിൽ ആ എഴുത്തൊന്ന് മായിച്ചു കിട്ടാൻ, സ്വർഗത്തിന്റെ ആളുകളിൽ ഒന്ന് പേര് വീഴാൻ, നമ്മുടെ ഖൽബൊന്ന് നന്നാകാൻ, റബ്ബിന്റെ റഹ്മത്ത് കിട്ടാൻ, സ്വാലിഹീങ്ങളിലേക്ക് നമ്മളെ ചേർത്തിത്തരാൻ ഈ മജ്ലിസ് എമ്പാടും പര്യാപ്തമാണ് കേട്ടോ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിന്റെ ഏറ്റവും പിന്നിൽ ചെന്ന് ആ ചെറുപ്പക്കാരൻ സ്ഥാനം പിടിക്കുന്നു. വല്ലാതെ സങ്കടപ്പെടുന്നു, മനസ്സിൽ വല്ലാത്ത വേദന തോന്നുന്നു. അല്ലാ അല്ലാ, ഞാൻ പരാജിതനാണെന്ന് റിഫായി തങ്ങളുടെ അമ്മാവൻ മൻസൂർ എന്ന മഹാൻ പറഞ്ഞുവല്ലോ. ആ പരാജയം എന്റെ മുഖത്തിൽ നിന്നൊന്ന് മായിച്ചു കിട്ടണം. എന്നിട്ട് ഞാൻ സഈദ് വിജയിച്ചവനാണെന്ന് എന്റെ നെറ്റിത്തടത്തിൽ എഴുതിത്തരണം. ഇതിനു വേണ്ടിയാണ് ഞാൻ റിഫായി ശൈഖ് തങ്ങളെ സദസ്സിൽ വന്നിരിക്കുന്നതല്ലാ. ഈമാനിന്റെ മനസ്സോടെ, പാശ്ചാത്തപിക്കുന്ന മനസ്സോടെ റിഫായി ശൈഖ് തങ്ങളെ സദസ്സിൽ വന്നങ്ങി ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞാ നിങ്ങളെ കൽബകമെന്നോവറേ. സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി തങ്ങളെ മഹത്വം ഖാളി മുഹമ്മദ് എന്നവര് മാലയിൽ പാടിയതുപോലെ റിഫായി ശൈഖ് തങ്ങളെ സദസ്സിൽ വന്നിരിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മനസ്സ് റിഫായി ശൈഖ് തങ്ങൾ കാണുന്നു. ആ മോന്റെ പേരെടുത്ത് വിളിക്കുന്നു. ആ ചെറുപ്പക്കാരന്റെ നെറ്റിയിലേക്ക് അവിടുത്തെ അതാ കറാമത്തിന്റെ കയ്യങ്ങ് ഉയർത്തി കാണിക്കുന്നു. എന്നിട്ട് ആ എഴുത്തു മായ്ക്കുന്നത് പോലെ അവിടുത്തെ കറാമത്തിന്റെ കൈകൊണ്ട് ഇതുപോലെ കാണിക്കുന്നു. റിഫായി ശൈഖ് തങ്ങൾ പറയുന്നു, മോനെ നീ ഭയപ്പെടണ്ട, പേടിക്കണ്ട, നിരാശപ്പെടണ്ട. നിന്റെ നെറ്റിയിൽ നീ ശഖിയാണ് എന്ന് എഴുതപ്പെട്ടത് ഞാനിതാ മായിച്ചിരിക്കുന്നു. അന്ത ശഈദ്, അന്ത ശഈദ്. ആ സ്ഥാനത്ത് നീ വിജയിയാണെന്ന് എഴുതിയിരിക്കുന്നു. സന്തോഷത്തോടെ തിരിച്ചു പോയിക്കോ. അല്ലാഹ് ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന ഓരോരുത്തരെയും നീ വലിയ വിജയികളിൽ പെടുത്തണേ അല്ലാഹ്.
ആരുടെയെങ്കിലും പേര് അഷ്ഖിയായിന്റെ ലിസ്റ്റിൽ, പരാജിതരുടെ ലിസ്റ്റിൽ നീ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ആ ലിസ്റ്റിൽ നിന്ന് ഞങ്ങളെ പേര് വെട്ടണേ അല്ലാഹ്. മഹാന്മാരായ ഔലിയായിനെ പിടിച്ചാൽ, അവരെ സ്നേഹിച്ചാൽ, അവരെ മജ്ലിസുകളിൽ പങ്കെടുത്താൽ, അവരുടെ മദ്ഹ് പറഞ്ഞാൽ, അവര് നടന്നതുപോലെ സുന്നത്തു ജമാഅത്തിന്റെ അഖീദ മുറുകെ പിടിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചാൽ ദുനിയാവിലും രക്ഷയാണ്, ആഖിറത്തിലും രക്ഷ തന്നെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. മഹാന്മാരെ പറയുന്ന മജ്ലിസുകളിൽ വരാൻ നമുക്ക് അവസരം ലഭിക്കുന്നുവല്ലോ. ഇന്ന ഔലിയാ അല്ലാഹി ആസറൂ റിളാ റബ്ബിഹിം അലാ ഹവാ അൻഫുസിഹിം. റിഫായി ശൈഖ് തങ്ങളടക്കമുള്ള മഹാന്മാരായ ഔലിയാക്കൾ ആരാണ്? അവരുടെ ശരീരത്തിന്റെ താല്പര്യങ്ങളെക്കാളേറെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ താല്പര്യത്തെ അവര് തെരഞ്ഞെടുത്തു. അല്ലാഹുവിന്റെ തൃപ്തി സമ്പാദിക്കണമെന്ന് അവര് തീരുമാനിച്ചു. അവരാണ് ഔലിയാക്കന്മാർ. സുഹൃത്തുക്കളെ, മഹാന്മാര് പറയുന്നു, അന്നാസു റജുലാനി. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും രണ്ട് വിഭാഗമാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം ആരാണ്? ഫമുതസവ്വിദും മിനദ്ദുനിയാ. ദുനിയാവ് സമ്പാദിക്കുന്നവരാ, ദുനിയാവിൽ നിന്ന് ആഖിറം സമ്പാദിക്കുന്നവരാണ്. ദുനിയാവിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ആഖിറത്തിൽ രക്ഷപ്പെടാൻ അവര് ചരക്ക് കൊണ്ടുപോകുന്നു. അതാ യാത്രയ്ക്ക് വേണ്ടി അവര് ഒരുങ്ങുന്നു. അവരാണ് ഒന്നാമത്തെ സ്വാലിഹീങ്ങളായ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ആരാണ്? മുതനഇമുൻ ഫീഹാ. ദുനിയാവിൽ സുഖിച്ചു ജീവിച്ചു തീർക്കുന്നു അവര് ആഖിറം ചിന്തിക്കുന്നില്ല, അവര് പരലോകം ആലോചിക്കുന്നില്ല. മഹാന്മാര് പറയാണ്, ഫൻദുർ അയ്യർ റജുലൈനി അൻത. ഓ മോനെ, ഈ രണ്ട് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽ പെട്ട ആളാണ് നീ ഒന്ന് ചിന്തിച്ചോ. ഇന്നി അറാക തുഹിബ്ബു തുലൽ ബഖാഇ ഫിദ്ദുനിയാ. ദുനിയാവിൽ ദീർഘകാലം ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഫലി അയ്യി ശൈഇൻ തുഹിബ്ബു. നിനക്ക് ദീർഘായുസ് കിട്ടാൻ നീ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ലിഅൻ തുതി അല്ലാഹ്. അല്ലാഹുവിന് ധാരാളം ഇബാദത്ത് ചെയ്യാനാണോ? വതുഹ്സിന ഇബാദതഹു. റബ്ബിന് ധാരാളം ഇബാദത്തുകൾ നന്നായി ചെയ്യാനാണോ? വതതഖറബ ഇലൈഹി ബിൽ അഅമാലി സ്വാലിഹാ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാനാണോ? ആയുസ് ദീർഘം കിട്ടാൻ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫതുബാലക. നിനക്ക് മംഗളങ്ങൾ നേരുന്നു, നിനക്ക് സന്തോഷം അറിയിക്കുന്നു. أم لتأكل وتشرب وتلهو وتلعب وتجمع الدنيا وتثمرها وتنعم زوجتك وولدك. തിന്നാനും കുടിക്കാനും അതേ കളിക്കാനും രസിക്കാനും ദുനിയാവ് സമ്പാദിക്കാനും നിന്റെ ഭാര്യക്കും മക്കൾക്കും ധാരാളം നേട്ടങ്ങൾ കൊയ്തെടുക്കാനും ആണോ നീ ദീർഘായുസ്സിന് വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ഫലബിസമാ അറത്തലഹുൽ ബഖാ. മോനെ,
ആ ആഗ്രഹം വളരെ ചതിയുള്ള ആഗ്രഹമാണ്, മോശമായ ആഗ്രഹമാണ്. കാരണം ഈ ദുനിയാവിൽ ആർക്കും ശാശ്വതമായ ജീവിതമില്ലല്ലോ. നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നിന്റെ കുടുംബത്തിനും ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങൾക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒരു അവസാനമുണ്ടല്ലോ. സുഹൃത്തുക്കളെ, കിട്ടുന്ന അവസരങ്ങൾ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. സമയം ആഖിറത്തിലേക്ക് വലിയ അമലുകൾ ചെയ്തു തീർക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തിയവരാണ് മഹാന്മാർ. അല്ലാഹ് ഞങ്ങളെ ഇബാദത്ത് ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനേ.